ബ്രിഗേഡിയർ വേണു നായർ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ വേണു നായർ, ഇവിടെ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേൽ അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, നമുക്കറിയാം. ഹമാസിനെ തീർക്കുക എന്നുള്ളത് തന്നെയാണ്. അവർ യാതൊരു തരത്തിലുള്ള അനുരഞ്ജനത്തിന് തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഖത്തറിന്റെ മണ്ണിൽ കയറി ആക്രമിക്കുമ്പോൾ തങ്ങൾ അനുരഞ്ജനത്തിലില്ല എന്നുള്ള കൃത്യമായ സൂചന നൽകുകയല്ലേ ഇസ്രായേൽ? തീർച്ചയായിട്ടും ഇതിന്റെ ആക്ച്വലി പല മാനങ്ങളുണ്ട്. ഇപ്പോ സ്റ്റേറ്റ് ആൻസർ ഉള്ള ഒരു ഇഷ്യൂ അല്ല, സങ്കീർണമാണെന്ന് നമ്മൾ നേരത്തെ തന്നെ എല്ലാവരും പറയുന്നത് തന്നെയാണല്ലോ. അപ്പൊ ആദ്യത്തെ സംശയം ഇതായിരുന്നു, ഇത് അമേരിക്കയുടെ അറിവോടുകൂടി നടന്ന ഒരു ആക്രമണമാണോ എന്നുള്ളത്. ഇപ്പൊ നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് അമേരിക്കയെ നെതന്യാഹു പ്രസിഡന്റ് അവരുടെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ മൗനസമ്മതം ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇല്ലാതെ പരസ്പരം ഈ US-ഉം ഇസ്രായേലും തമ്മിലുള്ള ബന്ധം നമ്മുടെ എല്ലാവരും അറിയുന്നതിലൊക്കെ അപ്പുറമാണ്. ഇപ്പൊ ഈ വെസ്റ്റ് ഏഷ്യയില് അമേരിക്കയുടെ കൂടെ നിൽക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിനെ പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ അവിടുത്തെ ഡിപ്ലോമസി നടന്നുകൊണ്ടിരുന്നത് വർഷങ്ങളായിട്ട്. അവർക്കുള്ള സൈനിക അസിസ്റ്റൻസ് ആകട്ടെ എല്ലാം UN-ലുള്ള സപ്പോർട്ട് വിറ്റോകൾ എല്ലാം അമേരിക്കയാണ് ചെയ്യുന്നത്. അമേരിക്കയുടെ പ്രൊട്ടീജ് ആണ് വെസ്റ്റ് ഏഷ്യയിൽ ഇസ്രായേൽ. അപ്പോ അമേരിക്കയുടെ ഒരു എക്സ്പ്രസ് സൈലന്റ് പെർമിഷന് കൂടാതെ ഇങ്ങനെ ഒരു വളരെ പ്രധാനമായ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നെതന്യാഹു പുറപ്പെടുകയില്ലായിരുന്നു. എസ്പെഷ്യലി നമ്മൾ ആരും വിചാരിച്ചിരുന്നല്ലോ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന്. ഒരു 2000 കിലോമീറ്റേഴ്സ് ഞാനിപ്പോ നോക്കുകയായിരുന്നു എന്താണ് എന്നുള്ള അകലമെന്ന്. ഒരു 2100 കിലോമീറ്ററോളം അകലെയുള്ള സ്ഥലത്ത് നിന്നാണ് ഈ പ്രിസിഷൻ സ്ട്രൈക്ക് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഈ പ്രിസിഷൻ സ്ട്രൈക്ക് ചെയ്ത് ടോപ്പ് മിലിറ്ററി ലീഡേഴ്സിനെ എല്ലാം കൊന്ന ചരിത്രം നമ്മൾ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഇസ്രായേൽ ഇറാൻ വാറിൽ നമ്മൾ കണ്ടതാണ്. അപ്പോ ഇറാന്റെ ടോപ്പ് മിലിറ്ററി ഹെറാർക്കിയെ തന്നെ അവര് 20ഓളം ആർമി നേവി എയർഫോഴ്സുകാരെ അവർ കൊലപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ അവരുടെ അത് കൈനറ്റിക് ആക്ഷനിലൂടെ ഡ്രോൺ ഇല്ലെങ്കിൽ എയർക്രാഫ്റ്റ് പോയി അത് ഇറാഖിന്റെ മുകൾക്കൂടിയൊക്കെ പോയാണ് ചെയ്തത്. നമുക്കറിയാം. അപ്പൊ കുറച്ച് മാസങ്ങളല്ലേ ആയുള്ളൂ. അപ്പൊ അവരുടെ അതിന്റെ ശക്തി ഉണ്ട്. പക്ഷേ ഈ ഖത്തറിന്റെ ഒരു സ്റ്റാറ്റസ് ഇൻ ദ ഫീൽഡ് ഓഫ് പീസ് നെഗോഷിയേഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US-ന് അവിടുത്തെ താലിബാനുമായിട്ടുള്ള ആ ഒരു കരാറ് നടന്നുള്ള ചർച്ചകൾ നടത്തിയത് ദോഹയിലാണെന്ന് അത് നടത്തി കഴിഞ്ഞാണ് നമ്മൾക്കെല്ലാം മനസ്സിലാക്കുന്നത്. കൊടുക്കും അവരാണ് അതിന്റെ പിന്നില്. പിന്നെ ലോകത്തില് ഒരു തുടക്കത്തില് ഖത്തറിന്റെ ഒരു കെൽപ്പെന്ന് പറഞ്ഞാൽ അവരുടെ ഗ്യാസും ഈ പെട്രോൾ അതിനുള്ള അവരുടെ ഇതാണ്. ഇപ്പൊ സാമ്പത്തികമായിട്ട് വളരെ ചെറിയൊരു സ്ഥലമാണെങ്കിലും അവരുടെ സാമ്പത്തിക ശേഷിയുള്ളതാണ്. അപ്പോ അവർക്ക് സ്വിറ്റ്സർലൻഡിനെയൊക്കെ പോലെ സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ ഉണ്ടായിരുന്ന അതേ ഒരു സ്റ്റാച്ചർ എടുക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ പീസ് ടോക്കുകളെല്ലാം ഖത്തർ നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോ അതിനെ ഇപ്പോ തുരങ്കം വെച്ചിരിക്കുകയാണ്. ഇപ്പോ കാണുമല്ലോ, ഇപ്പോ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, ഈ ഒരു പീസ് നെഗോഷിയേഷൻ അവർ പിന്മാറുകയാണെന്നുള്ളത്. അപ്പോ അതും അവിടെ നിൽക്കുന്നു. പിന്നെ ഇത് എന്താണ് ഇപ്പോ ഇസ്രായേല് ഇങ്ങനെ ഒരു ചാൻസ് എടുത്തിരിക്കുന്നത് എന്നുള്ളത്. അതിനകത്ത് ഇസ്രായേലിന്റെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് സാർ. അതായത് ഈ നേരത്തെ അവർക്ക് നേരെ ഉണ്ടായ വലിയൊരു ആക്രമണം, അതിന് സൂത്രധാരനാണ് ഈ കൊല്ലപ്പെട്ട ആൾ എന്നുള്ളതാണ്, പ്രധാനപ്പെട്ട ഹമാസ് നേതാവ്. അത് കൃത്യമായി തന്നെ അവർ ഖലീൽ അൽ ഹയ്യ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തിരുന്നു. വളരെ ആസൂത്രിതമായി തന്നെ പ്രിസിഷൻ അറ്റാക്ക്. കാരണം ഈ ഖത്തറിന്റെ മറ്റു മേഖലകളെ ഒന്നും അറ്റാക്ക് ചെയ്തിട്ടില്ല, ജനവാസ മേഖലകളൊന്നുമില്ല, അവർക്ക് യാതൊരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. അതെ 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 അത് ശരിയാണ്. ഐ ആം വിത്ത് യു. പക്ഷേ ആ ഒരാളെ കൊണ്ട് മാത്രം കൊണ്ടതുകൊണ്ട് ഇതിനുള്ള ഒരു പകപോക്കലാകില്ലല്ലോ. അപ്പൊ ദാറ്റ് ഈസ് നോട്ട്, ഒരു നേതൃത്വത്തിനെ കൊന്നാല് അതിന്റെ അടുത്ത ആളുണ്ടാവും. പക്ഷെ അതിലേക്ക് അപ്പുറമായിരിക്കും. ഇറ്റ്സ് നോട്ട് ഒരു റിവെഞ്ച് മാത്രമായിട്ട് ഇങ്ങനെ ഒരു റിസ്ക് ഇസ്രായേൽ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും അങ്ങനെയായിരിക്കുമല്ലോ ഒരു വിലയിരുത്തൽ ഉണ്ടാവേണ്ടത്. പിന്നെ ഈ ടോപ്പ് നേതൃത്വത്തെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഹമാസിന്റെ ആകട്ടെ ഇറാന്റെ ആകട്ടെ ഇസ്രായേൽ ചെയ്യുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ വാട്ട് ഈസ് അറ്റ് സ്റ്റേക്ക് ഇൻ അറ്റാക്കിംഗ് ദോഹ
ദോഹ എന്നുള്ളതാണ്. അപ്പൊ അതൊരു ഈ പറഞ്ഞ പോലെ ഖത്തറും ഇസ്രായേലുമായിട്ട് പ്രശ്നങ്ങളൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളോ എതിരായിട്ട് അവര് ഈ ബാക്കി എല്ലാ അറബ് നേഷൻസും ലീഗ് ഉള്ളവരെല്ലാം പാലസ്തീനിയനോട് ചേർന്ന് അവർക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെന്റ് പറയുന്നതല്ലാതെ കൈനറ്റിക് ആയിട്ടോ സൈനികമായിട്ടോ ഇതൊന്നും ആരും പുറപ്പെടുന്നുമില്ല. അപ്പൊ ഖത്തറുമായിട്ട് അവർക്കൊരു ഇസ്രായേലിന്റെ പ്രശ്നമില്ല. പക്ഷേ ഖത്തറിലെ ദോഹയെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് അവരുടെ നാഷണൽ ഇന്റഗ്രിറ്റി, ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടുള്ളതാണ്. ഇപ്പോൾ ഈ അമേരിക്കയുടെ ഒരു മൗനം കൂടി ശ്രദ്ധേയമാണ്. കാരണം ഏത് കാര്യത്തിലും പ്രതികരിക്കുന്ന പ്രസിഡന്റാണ് ട്രംപ് എന്ന് നമുക്കറിയാം. അവിടെ ദോഹയിലെ ഇസ്രായേൽ ആക്രമണം ട്രംപിന്റെ അറിവോടെയാണ് എന്ന് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേലി ചാനൽ 12 ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് തന്റെ അവസാന മുന്നറിയിപ്പാണെന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നു. അപ്പോൾ സമാധാനത്തിന് ഒരു വശം ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും ഹമാസിനെ തീർക്കാൻ മുന്നിൽ നിൽക്കുന്ന ആൾ ട്രംപാണ്. തീർച്ചയായിട്ടും. അപ്പൊ അത് ഞാനിപ്പോ വേറെ പല ചാനലിങ്ങനെ എങ്ങനെ US എംബസി പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. അതെ, അവരുടെ അൺഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരെ വന്നിട്ടുണ്ടെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്രായേൽ അവരോട് പറഞ്ഞിരുന്നു, അവർക്കത് അറിയാമായിരുന്നു എന്നുള്ളത്. അപ്പോ അത് നിർത്തണം, വേണ്ട എന്ന് പറയാനുള്ള വിറ്റോ ഏതായാലും പ്രസിഡന്റിന്റെ കയ്യിലാണല്ലോ. അത് അദ്ദേഹം ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു മൗനാനുവാദം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് പ്രിസിഷൻ സ്ട്രൈക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അവർക്കറിയാം. ഇത് ഈ നെഗോഷിയേഷന് വന്ന ആളുകളെ മാത്രമല്ല, പിന്നെ അതൊരു പൊളിറ്റിക്കൽ ബ്യൂറോ ആണ്. ഇപ്പൊ ഈ പറയുന്നത് പോലെ ദോഹയിലെ അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഹമാസിന്റെ നേതാവ് ദോഹയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹമാസിന്റെ ഈ ഒരു പൊളിറ്റിക്കൽ ബ്യൂറോ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രത്യേക ഇതൊക്കെ വരുന്നുണ്ടല്ലോ, അവർ അറ്റാക്ക് ചെയ്ത ആ ബിൽഡിംഗ് പൊളിറ്റിക്കൽ ബ്യൂറോ ആണ്. അപ്പൊ അതൊരു അൺഒഫീഷ്യൽ ഓഫീസാണ് അവിടെ ഈ ഹമാസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അതിനെ അവർ ടാർഗറ്റ് ചെയ്തു. അത് പറയുന്നത് ഞങ്ങള് വേറെ ഖത്തറിനെ ആക്രമിച്ചിട്ടില്ല. ഈ ഒരു പ്രത്യേക അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശത്രുവായ ഹമാസ്. അപ്പോ ഈ October 7 പുറകിലുള്ളത് ഹമാസ് ആണ് എല്ലാവർക്കും നമ്മളെല്ലാം അറിയുന്നതാണ്. അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും ഇപ്പൊ ഒരു എത്ര വർഷമായി, ഇപ്പൊ ഒക്ടോബർ ആകുമ്പോഴത്തേക്കും 2 വർഷമാകുന്ന ഒരു ടൈം ലൈനാണ് നിൽക്കുന്നത്. ഇതുവരെയും ഒരു ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഉണ്ടായിട്ടില്ല. അത് സാധ്യമാകുന്നതും വളരെ ബുദ്ധിമുട്ടാണ്. ശരി സാർ, നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ഇപ്പോൾ ശ്രീ M. ഷിനാസ്